സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മൂന്നാം T20 ആവേശകരമായ മത്സരത്തിൽ ടീം ഇന്ത്യ ഇപ്പോൾ വിജയം പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇന്ത്യ ഉയർത്തിയ 220 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് 200 കടന്ന സ്കോർ എത്താൻ സാധിച്ചുവെങ്കിലും അവസാനം വിജയം കയ്യെത്തിപ്പിടിക്കാവുന്നതിനും അപ്പുറത്തായി മാറുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ടീം ഇന്ത്യ അനായാസം വിജയത്തിലേക്ക് നീങ്ങുമെന്ന് തോന്നിച്ചുവെങ്കിലും മാക്രോ ജെൻസന്റെ അസാമാന്യ ബാറ്റിംഗ് ഒരു ഘട്ടത്തിൽ ടീം ഇന്ത്യയുടെ പ്രതീക്ഷകൾ അവസാനിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഹർദിക് പാണ്ഡ്യ എറിഞ്ഞ 19ാം ഓവറിൽ 26 റൺസാണ് ജാൻസൺ അടിച്ചെടുത്തത്. അവസാന ഓവറിൽ ടീമിനെ വിജയിക്കാൻ 25 റൺസായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ ബോളിംഗ് കൃത്യമായി ഫിനിഷ് ചെയ്ത് അർഷ്ദീപ് സിംഗ് ടീം ഇന്ത്യക്ക് വിജയം നേടിക്കൊടുക്കുകയായിരുന്നു. നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ അഭിഷേക് ശർമ്മയുടെയും തിലക് വർമ്മയുടെയും മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങളാണ് ഇന്ത്യൻ ടീമിന് ഇന്ന് 200 കടന്ന ഒരു സ്കോർ സമ്മാനിച്ചത്. പ്രത്യേകിച്ച് ഇന്ത്യൻ ടോട്ടൽ ഒരു 180ലേക്ക് ഒതുങ്ങുമെന്നുള്ള സാഹചര്യത്തിൽ തിലക് വർമ്മയുടെ സെഞ്ചുറി ഇന്നിംഗ്സ് തന്നെയാണ് ഇന്ന് എടുത്തു പറയേണ്ടതായി മാറിയത്. 56 പന്തുകളിൽ നിന്ന് 8 4ഉം 7 6ഉം സഹിതം 107 റൺസാണ് തിലക് വർമ്മ നേടിയത്. മോശ ഫോമിൽ പരിക്കേറ്റിരുന്ന അഭിഷേക് ശർമ്മ 25 പന്തുകളിൽ നിന്ന് 50 റൺസാണ് ഇന്ന് നേടിയത്. തുടർച്ചയായി 2 മത്സരങ്ങളിൽ ഇപ്പോൾ സഞ്ജു സാംസൺ ഡക്കായി പുറത്തായിരിക്കുകയാണ്. 2 സെഞ്ചുറി ഇന്നിംഗ്സുകൾക്ക് ശേഷം 2 ഡക്കുകളാണ് ഇപ്പോൾ സഞ്ജുവിനെ തേടിയെത്തിയിരിക്കുന്നത്. എന്തായാലും 4 മത്സര T20 പരമ്പരയിൽ ഇന്ത്യ ആവേശകരമായ വിജയം തന്നെയാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ജയത്തോടുകൂടി പരമ്പരയിൽ 2-1 മുന്നിലെത്താനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾ വേഗത്തിൽ ആദ്യം അറിയുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.